Hello everyone, welcome to Jupiter Plus 2 Commerce and Humanities channel. It's me, your Nafi. Yes. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ എക്സാം നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിലും മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. പക്ഷേ സ്കൂളിൽ ടീച്ചേഴ്സ് എന്നതുകൊണ്ട് ചിലപ്പോൾ മാപ്പ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ മാപ്പ് മിക്കവാറും PYQs ഒക്കെ ഉണ്ടായതുകൊണ്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്തേക്കാം, മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. അപ്പോൾ മാപ്പിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിലേക്ക് അയച്ചോ. നിങ്ങൾ ആദ്യം സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നുള്ള കാര്യം കൂടി കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ ഏതാണ്, ഹാരപ്പയാണ്. രണ്ടാമത്തെ ഏതാണ്, ബനാവലി. ഇവിടെയായിട്ട് ബനാവലി ഒരു ശ്രദ്ധിക്കണ, ബനാവലി ഇവിടെയാണ്. പിന്നെ മൂന്നാമത്തെ ഏതാടാ, ഇവിടെ മോഹൻജദാരോ ഉണ്ടല്ലോ, നമുക്കറിയാം ഗ്രേറ്റ് ബാത്ത് ഒക്കെ സ്ഥിതിച്ച മോഹൻജദാരോ. ഇവിടെയാണ് എന്തുള്ളത്, കാലിബംഗൻ. ഇവിടെയാണ് എന്തുള്ളത്, ധോലാവീർ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തോ, ഒന്ന് ഓർത്ത് വെച്ചോ, എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യാൻ ചോദിക്കും. അടുത്തത് നമുക്ക് ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമായിട്ടുള്ള ലുംബിനിയുണ്ട്. പിന്നെ മഗധയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലിപുത്രയുണ്ട്. അതേപോലെ സാഞ്ചി, നമുക്കറിയാം സാഞ്ചിയിൽ ഒരു സ്തൂപുണ്ട്, അത് പഠിച്ചു വെക്കണേ. അതേപോലെ അമരാവതിയിൽ എന്തുണ്ട്, ഒരു സ്തൂപുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബഹാരൂത്തിലെ സ്തൂപം ഒന്ന് ഓർത്ത് വെക്കണം. ബഹാരൂത്തിലും എന്തുണ്ട്, ഒരു സ്തൂപുണ്ട്. അതിൻ്റെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ എന്തുണ്ട്, ഇവിടെ സന്നദ്ധി ഉണ്ട്, നമ്മുടെ അശോകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലം. വാട്ടർ ഏരിയ സ്കൾപ്ചർ, ഇത് അശോകനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോക്ക് അടിച്ച് കാണുന്ന ഒന്നാണ് ഇത്. സൗത്തേൺ ഏരിയയിലുള്ള സന്നദ്ധി. ഇവിടെ ഗിർണർ ഉണ്ട്, പഠിച്ചു വെച്ചോ. അടുത്തത് ശ്രീബുദ്ധന്റെ ബർത്ത് പ്ലേസ് ആയ ലുംബിനി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. അടുത്ത ഏതാടാ, നിബ്ബന. ശ്രീബുദ്ധൻ നിബ്ബനായിട്ടുള്ള കുശിനഗർ ഇവിടെയാണ്. ശ്രീബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച ശാരാനാഥ് ഇവിടെയാണ്. ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയ ബോധ്ഗയ ഇവിടെയാണ്. ഇതും നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് നോക്കി വെച്ചോ, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മഹാജനപദാസിന്റെ പൊസിഷൻ, അതെങ്ങനെ അങ്ങോട്ടേക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, ചോദിക്കാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഈ സ്ഥലങ്ങളൊക്കെയാണ്. എസ്പെഷ്യലി ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പബ്ലിക് എക്സാമിന് അടക്കം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്തോ, നോക്കി വെച്ചോ. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ സാഞ്ചി, ബഹാരൂത്ത്, അമരാവതി. ഇവിടെയായിട്ട് അമരാവതിയുടെ സ്ഥാനം വരുന്നത്, ഇവിടെയാണ് സാഞ്ചി, ബഹാരൂത്ത് ഉണ്ട്. അങ്ങനെ ഈ ഒരു സ്തൂപങ്ങളുണ്ടല്ലോ, ഈ സ്തൂപങ്ങളുടെ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് നോക്കി വെച്ചോ. പിന്നെ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മാപ്പിലെ സ്ഥലങ്ങളും ഓർത്ത് വെക്കുക. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് പൊതുവെ എന്തിനും ചോദിക്കാറ്, മാപ്പ് മാർക്കിങ്ങിൽ ചോദിക്കാറ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. nafi.edu ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും പ്ലസ് ടു ഹിസ്റ്ററി എക്സാം ഈസി ആവട്ടെ.